ഹായ്, ദിസ് ഇസ് മീ മെഹേജ്. വെൽക്കം ടു ലേൺ വൈസ്. നമ്മൾ ഇന്നലെ യൂണിറ്റ് 1 തന്നെയാണ് പഠിച്ചത്. അതിന്റെ പാർട്ട് 1 പഠിച്ചു. നമുക്ക് പാർട്ട് 2 പഠിക്കാം. അതിൽ എന്തൊക്കെയാണ് ബാക്കിയുള്ളത് നമ്മൾ പഠിക്കാം. ഇന്നലെ എന്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് നോക്കി, അതിന്റെ പ്രോസസ്സ് നോക്കി, ലെവൽസ് ഓഫ് പ്ലാനിംഗ് നോക്കി, സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും സ്ട്രാറ്റജിക് പ്ലാനിങ്ങും തമ്മിലുള്ള കണക്ഷൻ എന്താ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ പഠിക്കുന്നത് ഫോർകാസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്. ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? നമ്മൾ മുൻകൂട്ടി കാണുകയാണ് അല്ലെ, നമുക്ക് ആവശ്യമുള്ളതും എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട്, വർക്ക് ഫോഴ്സിന്റെ ഡിമാൻഡും സപ്ലൈയും നമ്മൾ മുൻകൂട്ടി കാണുന്നതാണ്. നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നത്. അപ്പൊ ഫോർകാസ്റ്റിംഗ് എപ്പോഴാ ഇഫക്റ്റീവ് ആവുന്നതെന്ന് അറിയോ? നമ്മുടെ ടാലന്റ് ഇൻവെന്ററിയും നമ്മുടെ വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റിംഗും കോംപ്ലിമെന്റ് ഈച്ച് അതർ ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാലന്റ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ല നമ്മൾ പഠിച്ചതാണല്ലോ. എന്റെ കയ്യിൽ എത്രത്തോളം വർക്ക് ഫോഴ്സ് ഉണ്ട്, എത്രത്തോളം അവരുടെ ടാലന്റ് ഉണ്ട് എന്നുള്ള ഡാറ്റാബേസ് ആണ്. ഫോർകാസ്റ്റ് എന്താണ്? എനിക്ക് ഇൻ ഫ്യൂച്ചർ എത്ര ആവശ്യമുണ്ട്, ഇത് രണ്ടും കോംപ്ലിമെന്റലി കണക്റ്റഡ് ആവുമ്പോഴാണ് നമ്മുടെ വർക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, അതിന്റെ കീ കോൺസെപ്റ്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ രണ്ട് കോൺസെപ്റ്റ് ആണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്ന് ഇൻവെന്ററി ഓഫ് പ്രസന്റ് ടാലന്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ എന്റെ ഓർഗനൈസേഷനിലുള്ള വർക്ക് ഫോഴ്സ് ടാലന്റ് എത്രത്തോളം ആളുകൾ, അവരുടെ സ്കിൽ എന്താ, എബിലിറ്റി എന്താ, എക്സ്പീരിയൻസ് എന്താ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇൻവെന്ററി ഓഫ് പ്രസന്റ് ടാലന്റ് എന്ന് പറയുന്നത്. അടുത്തത് വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഫ്യൂച്ചറിലോട്ട് എത്രത്തോളം വർക്ക് ഫോഴ്സിനെയാണ് ആവശ്യമുള്ളത്, എന്റെ ലേബർ റിക്വയർമെന്റ് എന്താണ് ഫ്യൂച്ചറിൽ, ഇൻ ഫ്യൂച്ചറിൽ, അതാണ് വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫോർകാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഫ്യൂച്ചർ ലേബർ റിക്വയർമെന്റ് എത്രയാന്നുള്ളത് എസ്റ്റിമേറ്റ്, ഒരു ഏകദേശ ധാരണ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കീ കോൺസെപ്റ്റ് ആണ് ഫോർകാസ്റ്റിംഗിൽ വരുന്നത് കേട്ടോ. ഒന്ന് ഇൻവെന്ററി ഓഫ് ടാലന്റും രണ്ടാമത്തേത് വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റും. അതായത് ഇപ്പൊ എന്റെ കയ്യിലുള്ളതും എനിക്കിനി എത്രയാണോ ആവശ്യമുള്ളതും, ഈ രണ്ട് കാര്യങ്ങളും. ഓക്കെ, അതില് രണ്ട് കോമ്പോണന്റ് ആണ് ഉള്ളത്. ഈ ഒരു ഫോർകാസ്റ്റിംഗിനകത്ത് രണ്ട് കോമ്പോണന്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ആന്റിസിപ്പേറ്റിംഗ് ദ സപ്ലൈ. എനിക്ക് ഹ്യൂമൻ റിസോഴ്സ് എവിടെ നിന്നൊക്കെയാണ് അവൈലബിൾ ആവുക എന്നുള്ളത് എനിക്കൊരു കാൽക്കുലേഷൻ വേണം അല്ലെ. അതിന് രണ്ട് സോഴ്സ് ആണുള്ളത്, ഒന്ന് ഇൻസൈഡും ഒന്ന് ഔട്ട്സൈഡും. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ തന്നെ എനിക്ക് എങ്ങനെ വർക്കേഴ്സിനെ അവൈലബിൾ ആക്കാം. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഞാൻ ആരിനെയൊക്കെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അടുത്ത് എന്താ പറയുന്നത്? ആന്റിസിപ്പേറ്റിംഗ് ഓർഗനൈസേഷണൽ ഡിമാൻഡ്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് ഓർത്ത് വെക്കുക കേട്ടോ. വർക്ക് ഫോഴ്സ് ഡിമാൻഡ്, വർക്ക് ഫോഴ്സ് സപ്ലൈ, ഫോർകാസ്റ്റിംഗ്, ടാലന്റ് ഇൻവെന്ററി, ഈ ഒരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് എനിക്ക് എത്ര വർക്ക് ഫോഴ്സ് ആണ് ആവശ്യം, എന്റെ ഡിമാൻഡ് എന്താണ്, അത് എനിക്ക് എവിടെ നിന്നൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും, എത്രത്തോളമാണ് ഞാൻ ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്, ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഹോൾ ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് കോമ്പോണൻസ് ആണ് പറഞ്ഞു പ്രോസസ്സിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ. ഒന്ന് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന എന്റെ സപ്ലൈയും, രണ്ട് ആന്റിസിപ്പേറ്റിംഗ് ഡിമാൻഡും. ഇനി ലേബർ സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ സപ്ലൈ ഫോർകാസ്റ്റ് എന്താ, എന്ത് ബേസിലാണ് ഞാൻ ലേബർ സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ഇന്റേണൽ കണ്ടീഷൻസ്. എന്റെ ഓർഗനൈസേഷന്റെ അകത്തുള്ള സർട്ടൻ കണ്ടീഷൻസിന്റെ ബേസിലാണ് ഞാൻ സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് നോക്കിക്കേ. എന്റെ ഓർഗനൈസേഷനിലുള്ള ടേൺ ഓവർ, എന്റെ ഓർഗനൈസേഷനിൽ ആളുകൾ കൊഴിഞ്ഞു പോവില്ലേ, അതാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ആ ടേൺ ഓവർ ഞാൻ കൺസിഡർ ചെയ്യുക. റിട്ടയർമെന്റ്, ട്രാൻസ്ഫർ, ആക്സിഡന്റ്, ഡെത്ത്, ന്യൂ ഹയേഴ്സ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം എന്റെ സപ്ലൈ ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇനി എന്റെ ഡിമാൻഡ് ഞാൻ എന്തൊക്കെ ബേസിലാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ബിസിനസ് ഫാക്ടേഴ്സ്. എന്തൊക്കെ ബിസിനസ് ഫാക്ടേഴ്സ് ആണെന്ന് നോക്കിക്കേ. എന്റെ ഓർഗനൈസേഷനിലെ ടോട്ടൽ സെയിൽസ്, പ്രൊഡക്റ്റ്, വോളിയം, ഇതിന്റെ ബേസിലാണ് ഞാൻ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഓർഗനൈസേഷനിൽ ഡിസൈഡ് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ സെയിൽസ് ഇപ്പൊ ഒരു 10,000 യൂണിറ്റ് ഒന്ന് 20,000 യൂണിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യാണ്. അപ്പൊ എന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്തായി? എനിക്ക് അവിടെ ഹയർ ആണ്, എന്റെ വർക്ക് ഫോഴ്സ് നമ്പർ ഓഫ് പീപ്പിൾ എനിക്ക് ഹയർ ആണ് അല്ലെ. അവരിന് പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്താലേ എന്റെ സെയിൽസ് എന്ന് പറയുന്നത് 10,000 എനിക്ക് 20,000 ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ എന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ.
ഇനി അടുത്തത് എന്താ? ഫോർകാസ്റ്റിംഗ് സ്റ്റെബിലിറ്റി ആണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ഒന്ന് ഡിമാൻഡും ഒന്ന് സപ്ലൈയും. അതിനകത്ത് സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുന്നത് കുറെ കൂടെ സ്റ്റേബിൾ ആണ്. കാരണം എന്തുകൊണ്ടാ? എനിക്ക് സപ്ലൈ ചെയ്യുന്ന കുറച്ച് ഏജൻസ് ഉണ്ടാവും അല്ലെ, എനിക്ക് ആവശ്യമുള്ള വർക്ക് ഫോഴ്സിന് സപ്ലൈ ചെയ്യുന്ന കുറച്ച് ഏജൻസ് ഉണ്ടാവും. അപ്പൊ ആ ഏജൻസിനെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അവരുടെ അടുത്ത് നിന്ന് എനിക്ക് അവൈലബിൾ ആവും. സോ അവിടെ സ്റ്റെബിലിറ്റി ഉണ്ട്, പ്രശ്നങ്ങളില്ല. പക്ഷെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് അതുപോലെയാണോ? അത് അങ്ങനെയല്ല, കുറച്ച് അൺസ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടൊക്കെയാണ്? കൺസ്യൂമർ ബിഹേവിയർ, ടെക്നോളജി, ഇക്കണോമിക് കണ്ടീഷൻസ്, ഇതിലൊക്കെ ചേഞ്ചസ് ഉണ്ട്, അൺസർട്ടൺ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല, കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കില്ല കേട്ടോ. ഇനി പറയുന്നത് ടു പാരഡോക്സ് ഇൻ വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റിംഗ് ആണ്. എന്തൊക്കെയാണ് രണ്ട് പാരഡോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പറയുന്നത് സിമ്പിൾ യെറ്റ് കോംപ്ലെക്സ് ആണ് കേട്ടോ. സിമ്പിൾ യെറ്റ് കോംപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെക്നിക്സ് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷേ അതിന്റെ ആപ്ലിക്കേഷൻ, കറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വരുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അടുത്തത് ആക്യുറസി വേഴ്സസ് യൂസ്ഫുൾനെസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മോസ്റ്റ് യൂസ്ഫുൾ ആവും നമ്മളുടെ ടെക്നിക്സ്, അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. നമ്മള് ഡാറ്റാസ് ഈവൻ അത്ര ആക്യുറേറ്റ് അല്ലാന്നുണ്ടെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് അതിന്റെ ഈ പാരഡോക്സ് എന്ന് പറഞ്ഞ കോൺട്രഡിക്ഷൻ ആണ് കേട്ടോ. വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റിംഗിൽ വരുന്ന രണ്ട് കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ സിമ്പിൾ യെറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്സ് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ആക്ഷൻ വരുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ അത്ര ആക്യുറേറ്റ് അല്ലാന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, നമ്മുടെ ഫോർകാസ്റ്റിംഗ് മേ ബി കറക്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കിയേ, നമ്മൾ സെക്കൻഡ് പാരഡോക്സ്, ഞാൻ പറഞ്ഞ സെക്കൻഡ് പാരഡോക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. അത്ര ആക്യുറേറ്റ് അല്ലാന്നുണ്ടെങ്കിലും അത് നമുക്ക് ഫോർകാസ്റ്റിംഗിലോട്ട് വരുമ്പോൾ യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാന്നുള്ളതൊന്ന് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ലാർജ് പ്രോജക്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരുപാട് പേരിനെ ഹയർ ചെയ്യുകയും ചെയ്തു. പക്ഷേ പ്രോജക്റ്റ് എന്തായി? ഡിലേ ആയി. അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റുകയാണ്? എംപ്ലോയീസ് വെറുതെ ഇരിക്കുകയാണ്. ഞാനിപ്പോ പെട്ടെന്ന് തന്നെ എന്റെ ഓർഗനൈസേഷനിൽ ഒരു എക്സ്പാൻഷൻ എക്സ്പെക്ട് ചെയ്തിട്ട് കുറെ വർക്ക് ഫോഴ്സ് ഒക്കെ റിക്രൂട്ട് ചെയ്തു, പുതിയ കുറെ പേര് ഞാൻ റിക്രൂട്ട് ചെയ്തു. പക്ഷെ എന്റെ പ്രോജക്റ്റ് ഡിലേ അടിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ആ വർക്ക് ഫോഴ്സ് അവിടെ വെറുതെ ഇരിക്കല്ലേ. പക്ഷെ അതിന് സൊല്യൂഷൻ ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? എന്റെ കയ്യിലുള്ള വർക്ക് ഫോഴ്സിനെ അവർക്ക് എനിക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ ഒരു പ്രോജക്റ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ തന്നെ എനിക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിലോട്ട് എനിക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇന്റേണലി തന്നെ എനിക്ക് അവരുടെ പ്രൊമോഷൻ കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് ആ ഒരു സെക്കൻഡ് പാരഡോക്സ്, എന്റെ കയ്യിൽ ഐഡിയൽ ആയിട്ടിരിക്കുന്ന വർക്ക് ഫോഴ്സിനെ എനിക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇന്റേണലി എവിടെയെങ്കിലും പ്രൊമോഷൻ കൊടുത്തിട്ടോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് അത്ര ആക്യുറേറ്റ് ആയിട്ടല്ല, എന്റെ ഫോർകാസ്റ്റിംഗ് ആക്യുറേറ്റ് ആയിരുന്നില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് യൂസ്ഫുൾ ആയി. ഓക്കെ, അതാണ് സെക്കൻഡ് പാരഡോക്സ് എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ, എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ്. നമ്മള് വർക്ക് ഫോഴ്സിന് എക്സ്റ്റേണലിയും ഇന്റേണലി ആണ് റിക്രൂട്ട്മെന്റ് വരുന്നത് കേട്ടോ. നമ്മുടെ വർക്ക് ഫോഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എക്സ്റ്റേണലി ഇന്റേണലിയാണ്. എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ, അതായത് എനിക്ക് ആവശ്യമുള്ള വർക്ക് ഫോഴ്സിനെ ഞാൻ പുറത്തു നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ വർക്ക് ഫോഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സും ഇന്റേണൽ വർക്ക് ഫോഴ്സും രണ്ട് ടൈപ്പിലാണ് വരുന്നത്. അപ്പൊ എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വർക്ക് ഫോഴ്സ് സപ്ലൈയില് ഇറ്റ്സ് എൻ ആക്ടിവിറ്റി ഓർഗനൈസേഷൻ ലുക്ക് ലേബർ സപ്ലൈ ഇൻ ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഓർ കമ്മ്യൂണിറ്റി. അപ്പൊ വർക്ക് ഫോഴ്സ് സപ്ലൈ എനിക്ക് വരുന്നത് ഓർഗനൈസേഷന്റെ പുറത്തു നിന്നാണെങ്കിൽ അതിനെ ഞാൻ വിളിക്കും എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈ എന്ന്. ഓക്കെ, ഈ എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് റിക്രൂട്ട്മെന്റ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്നുകിൽ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതെന്താ? ഒരു പുതിയ വിങ് ആണല്ലേ. ഇപ്പൊ ഞാൻ എന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നിന്ന് ഒരു പ്രോഡക്റ്റ് എ ആണെങ്കിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് ബിയും കൂടെ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു പ്രോഡക്റ്റ് ബി ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എ വെച്ച് ബിയും കൂടെ റൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? ഞാൻ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എനിക്കൊരു വർക്ക് സപ്ലൈയും കൂടെ ഞാൻ റിക്രൂട്ട് ചെയ്താലേ എനിക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റീസൺസ് എന്തൊക്കെയാ പറയുന്നത്? ഒന്നാമത്തത്, ഞാൻ എന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അടുത്തത്, ഏജിങ് ഓഫ് പ്രസന്റ് വർക്ക് ഫോഴ്സ്. എന്റെ ഓർഗനൈസേഷനിലെ ആളുകൾക്ക് വയസ്സായി അല്ലെങ്കിൽ ഒരു ഹയർ നമ്പർ ഓഫ് റിട്ടയർമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യാന്ന് വിചാരിക്കും.
ഇപ്പൊ ഒരു 4 പേര് റിട്ടയർമെന്റ് അറ്റ് എ ടൈം 4 പേര് റിട്ടയർമെന്റ് വരികയെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനൊരു വർക്ക് സപ്ലൈ ഞാൻ എത്രയും ഇമ്മീഡിയറ്റ്ലി ഞാൻ അത് ഫിഗർ ഔട്ട് ചെയ്ത് വെക്കണം അല്ലെ. കാരണം ഒരാൾ ഒരു സമയത്ത് പോകുന്ന പോലെയല്ല 4 പേര് ഒന്നിച്ചു പോകുന്നത്. അപ്പൊ ഏജിങ് ഓഫ് ദ പ്രസന്റ് വർക്ക് ഫോഴ്സ് ഞാൻ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ പറഞ്ഞത് അട്രീഷൻ, ടേൺ ഓവർ. എന്റെ ഓർഗനൈസേഷൻ ഇഷ്ടമില്ലാണ്ട് ആരെങ്കിലും പെട്ടെന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് വേറെ ആളിനെ പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരണം. പിന്നെ പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഫോർ സം ഫേംസ്. ചില ഫേംസിന് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് കമ്പൽസറി ആണ്, അല്ലാണ്ട് ഇന്റേണലി അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള റീസൺസിലൊക്കെ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ ഹാസ് ടു എക്സ്പ്ലോർ എക്സ്റ്റേണൽ ലേബർ മാർക്കറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റേണൽ ലേബർ മാർക്കറ്റ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? നമുക്ക് എക്സ്റ്റേണൽ ഏജൻസീസ് ആയിരിക്കും വർക്ക് ഫോഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവരെന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ലേബർ മാർക്കറ്റ് ട്രെൻഡ് അവർക്ക് അറിയാം. എക്സ്റ്റേണൽ ഏജൻസീസിനാവുമ്പോൾ അവർക്ക് നമ്മുടെ ലേബർ മാർക്കറ്റ് ട്രെൻഡ്സ് അറിയാം. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയാം. ഫ്യൂച്ചർ ഓക്യുപേഷണൽ സപ്ലൈ. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക? എക്സ്റ്റേണൽ ഏജൻസീസിന്. അതിന്റെ ബേസിലാണ് അവർ ഓരോ വർക്ക് ഫോഴ്സ് സപ്ലൈ നടത്തുന്നത്. ഇനി നമ്മൾ സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുന്നില്ലേ? അതുകൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താ? മെയിൻ ഒരു ബെനിഫിറ്റ് എന്താ അതിന്റെ? It estimates the future supply of workforce in a field and predict future demand for those workers. നമുക്ക് ആവശ്യമുള്ള സപ്ലൈ, എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ സപ്ലൈ ഇല്ലേ, ആ സപ്ലൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആളുകളിന് എത്രയാണോ ആ ഡിമാൻഡ് അതിന് ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും, വർക്കേഴ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്താ നമ്മളെ ചാപ്റ്ററിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഫോക്കസിങ് ഓൺ സപ്ലൈ. എനിക്ക് വേണ്ടത് 10 പേരാണെങ്കിൽ ഞാൻ ഒരു 20 പേരുടെ കാൽക്കുലേഷനിലാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഓവർ സപ്ലൈ വരാനുള്ള റീസൺ എന്തൊക്കെയാ, കാരണങ്ങൾ എന്തൊക്കെയാന്ന് അറിയോ? ഒന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ സോഴ്സിംഗ് ആണ്. അതായത് ഞാൻ ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്നാണ് ഒരു എനിക്ക് ആവശ്യമുള്ള ആളുകളിനെ വാങ്ങിക്കുന്നതിന് പകരം ഞാൻ ഒരു 2-3 ഏജൻസിനെ അപ്രോച്ച് ചെയ്തു, അവരെല്ലാവരും ഒരേ സമയം എനിക്ക് വർക്ക് ഫോഴ്സിനെ സപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? എനിക്ക് ആവശ്യമുള്ളതിനേക്കാളും എന്റെ ഡിമാൻഡിനേക്കാളും മോർ സപ്ലൈ എന്റെ ഓർഗനൈസേഷനിൽ വരും അല്ലെ. അപ്പോ അങ്ങനെ വരുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? എന്റെ ഓർഗനൈസേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഷോർട്ടേജ് ഓഫ് റൈറ്റ് കൈൻഡ് ഓഫ് വർക്ക് ഫോഴ്സ്. എനിക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ആയിരിക്കില്ല വരുന്നത്, അവൈലബിൾ ആവുന്നത്. അതേപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ, ഒരു അനാവശ്യമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു കോമ്പറ്റീഷനും അവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അതിന് നമ്മൾ എങ്ങനെയാ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളത് നോക്കുക. കാരണം ഓവർ ഫോക്കസിങ് ഓൺ സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രോബ്ലം നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈഡ് സ്പ്രെഡ് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നമ്മൾ ഓർഗനൈസേഷന് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് ആയിരിക്കണം. ടോട്ടൽ ആ ഓർഗനൈസേഷന്റെ ഏതൊക്കെ വിങ്സിലോട്ട് ആളുകളിനെ വേണോ അങ്ങനെ വൈഡ് ആയിട്ട് നമുക്ക് അവരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓവർ സപ്ലൈ വന്നു കഴിഞ്ഞാലും അത് എല്ലാ വിങ്ങിലേക്കും നമുക്ക് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ലേബർ മാർക്കറ്റ് എപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം അവര് ട്രെൻഡ് അനുസരിച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് അതുപോലെ തന്നെ ആ ഒരു ലേബർ മാർക്കറ്റ് നമ്മളും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഒരു അൺഅവോയ്ഡബിൾ കോമ്പറ്റീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം, കോമ്പറ്റീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാവുമ്പോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈ പറഞ്ഞു, എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈന്റെ റീസൺ എന്താന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ നമ്മൾ ലേബർ ഏജൻസീസ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഓവർ ഫോക്കസിംഗ് ആണ് നമ്മൾ സപ്ലൈക്ക് കൊടുക്കുന്നെങ്കിൽ അവിടെ വരുന്ന പ്രോബ്ലംസ് പറഞ്ഞു, അതിനുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ പറഞ്ഞു. അടുത്തത് വർക്ക് ഫോഴ്സ് സപ്ലൈ വരുന്നത് ഇന്റേണൽ വർക്ക് ഫോഴ്സ് ആണ് കേട്ടോ. അപ്പൊ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസേഷന്റെ പുറത്തുനിന്നും ഏജൻസ്, എക്സ്റ്റേണൽ ഏജൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റേണൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ തന്നെയാണ് വരുന്നത്. ഇന്റേണൽ വർക്ക് ഫോഴ്സ് എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ ദി ഓർഗനൈസേഷൻ നമ്മുടെ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിനെ വെച്ചിട്ട് അവരുടെ സ്കിൽസ് ആൻഡ് കേപ്പബിലിറ്റിന്റെ ബേസിസിൽ ഞാൻ കറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുവാണെങ്കിൽ അതിന് ഇന്റേണൽ വർക്ക് ഫോഴ്സ് എന്നാണ് പറയുക. ഓക്കെ, ഇന്റേണൽ വർക്ക് ഫോഴ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ്
എന്ന് പറയുന്നത് മാനേജ്മെന്റ് സക്സഷൻ പ്ലാൻ ആണ്. മാനേജ്മെന്റ് സക്സഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമ്മൾ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന്റെ അപ്പോയിന്റ്മെന്റ്, ഫ്യൂച്ചർ ലീഡേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് സക്സഷനിൽ പറയുന്നത്. ലോവർ ലെവലിനെ അല്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹയർ ലെവൽ എംപ്ലോയീസിനെ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ അപ്പോയിന്റ് ചെയ്യാന്നുള്ളതാണ് മാനേജ്മെന്റ് സക്സഷൻ കൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ബിസിനസ് പ്ലാനിങ് ഇന്റഗ്രേഷൻ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് സക്സഷൻ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ടാലന്റ് ഇല്ലേ, ഈ എക്സിക്യൂട്ടീവ് ടാലന്റിന്റെ ക്വാളിറ്റി റെഡിനെസ് അസസ് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലീഡർഷിപ്പ് പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഫോർ കീ റോൾസ് ഇൻ അഡ്വാൻസ്, നമുക്ക് മെയിൻ റോൾസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, അതിനൊരു ബ്രേക്ക് വരുന്നില്ല. എക്സിക്യൂട്ടീവ് ടാലന്റ് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ടാലന്റ് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ബേസിലാന്ന് അറിയോ? ഒന്ന് ജെൻഡർ, പിന്നെ അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ലെവല്, അവരുടെ ജോബ് ടൈറ്റിൽ, ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അവർക്ക് എത്രത്തോളം അവൈലബിൾ ആയിട്ടുണ്ട്, പിന്നെ പ്രൊമോട്ടബിലിറ്റി, റേറ്റിംഗ് ഓഫ് ഓർഗനൈസേഷന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ടാലന്റ് ഇൻവെന്ററി നോക്കുന്നത്. ഇനി പ്രോസസ്സ്, അതായത് നമ്മുടെ ഇന്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈന്റെ പ്രോസസ്സ് പറയുന്നത് ഒരു പോളിസി കമ്മിറ്റിയാണ് റിക്രൂട്ട്മെന്റ് വരുന്നത് കേട്ടോ. അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, പ്രസിഡന്റ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട നെക്സ്റ്റ് വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ഹയർ ലെവൽ എംപ്ലോയിനെ ചൂസ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രോസസ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് എക്സിക്യൂട്ടീവ്സിന് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യുക. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അസസ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ റീപ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ആ പെർഫോം ചെയ്യുക പൊട്ടൻഷ്യൽ റീപ്ലേസ്മെന്റിന്റെ. പിന്നെ പറയുന്നത് ഇൻക്യുംബന്റ് റാങ്കിങ്ങും സക്സസേഴ്സും. പ്രസന്റ് പെർഫോമൻസിന്റെ ബേസിൽ ഇപ്പോൾ ഉള്ള കറന്റ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് സക്സസേഴ്സ്, എക്സിസ്റ്റിംഗ് വർക്കേഴ്സിന്റെ പെർഫോമൻസിന് റാങ്ക് ചെയ്യുക. പിന്നെ അവരുടെ പ്രൊഫൈൽ കീ ഇൻഡിവിജ്വൽസ് പിക്ചർ ചെയ്യുക, അതായത് അത് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിനകത്ത് വരുന്നത്, ഇന്റേണൽ വർക്ക് ഫോഴ്സിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, അതായത് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എക്സിക്യൂട്ടീവിനെ അസസ് ചെയ്യുന്നു, അതേപോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യലും അവരുടെ പെർഫോമൻസും റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള കറണ്ട് വർക്ക് ചെയ്യുന്ന കറണ്ട് ഹോൾഡേഴ്സ് സക്സസസിനെ റാങ്ക് ചെയ്യുന്നു. പിന്നെ അവരുടെ പിക്ചേഴ്സ്, പ്രൊഫൈൽ കീ ഇൻഡിവിജ്വൽസ് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യുന്നു. ഓക്കെ, ഇനി പോളിസി കമ്മിറ്റി അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ഇല്ലേ, അതിന്റെ റിവ്യൂ ആൻഡ് ആക്ഷൻസ് ഉണ്ട്. പോളിസി കമ്മിറ്റി എന്താണ് റിവ്യൂ ചെയ്യുന്നത്? അവർ റിവ്യൂ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്രിട്ടിക്കലി റിവ്യൂ ദ ഡാറ്റ. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻവെന്ററി പറയുന്നുണ്ട് അല്ലെ, ടാലന്റ് ഇൻവെന്ററി പറയുന്നുണ്ട് അല്ലെ, ഒരു ഡാറ്റാബേസ് പറയുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ബേസിലാണ് നമുക്ക് വേണ്ട വർക്ക് ഫോഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതേപോലെ ആ ഒരു ഡാറ്റ അവർ കറക്റ്റ് ആയിട്ട് ക്രിട്ടിക്കലി അവർ റിവ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈൻ മാനേജേഴ്സിന് അവർ ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈൻ മാനേജേഴ്സ് ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു എംപ്ലോയി ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ ഇന്നലെ പറഞ്ഞത്, മറ്റേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലെ, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ടോട്ടൽ വർക്ക്സ് അറിയാം. അപ്പൊ അവർക്ക് ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ കരിയർ ഡെവലപ്മെന്റ് ആക്ഷൻസ്, സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് കരിയർ ഡെവലപ്മെന്റ് ആക്ഷൻസ് എന്ന് വെച്ചാൽ അത് സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് റിവ്യൂ എപ്പം വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. ഇത്രയാണ് ആ ഒരു പോളിസി കമ്മിറ്റി, അതായത് ചെയർമാൻ, വൈസ് ചെയർമാൻ, പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോളിസി കമ്മിറ്റിന്റെ റിവ്യൂവിൽ വരുന്ന ക്രിട്ടിക്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ അത് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇന്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ മാനേജേഴ്സിനും എക്സിക്യൂട്ടീവ്സിനെയും ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞൊരു പോളിസി കമ്മിറ്റിയാണ് അത് സെലക്ട് ചെയ്യുന്നത്. അവരെന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു, അവരത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ റിവ്യൂ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അടുത്തത് വർക്ക് ഫോഴ്സ് ഡിമാൻഡ് ആണ് പറയുന്നത്. വർക്ക് ഫോഴ്സ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ഇൻ ഫ്യൂച്ചർ നമുക്ക് എത്രത്തോളം വർക്ക് ഫോഴ്സ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് വർക്ക് ഫോഴ്സ് ഡിമാൻഡിനെ പറ്റി പറയുന്നത്. ഈ ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് കുറെ കൂടെ സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറയാനുള്ള റീസൺ എന്താ, നമുക്ക് പറഞ്ഞു ഭയങ്കര അൺസർട്ടൺ ആണ്, ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ്. സോ സിറ്റുവേഷൻ അൺസർട്ടൺ ആയതുകൊണ്ട് തന്നെ അത് സബ്ജക്റ്റീവ് ആണ് കേട്ടോ. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താ,
ഐഡന്റിഫൈ ദ ഇമ്പോർട്ടന്റ് വേരിയബിൾസ്. നമ്മൾ ഇമ്പോർട്ടന്റ് വേരിയബിൾസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഫോക്കാസ്റ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ത്രൂ എക്സ്പെരിമെന്റേഷൻ, എക്സ്പീരിയൻസ്, ടെസ്റ്റിംഗ് ഓവർ ടൈം അഗെയിൻസ്റ്റ് ദി ആക്ച്വൽ നീഡ്സ്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ആക്ച്വൽ നീഡ്സ് എന്താണെന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സും ഇവാലുവേഷനും കണ്ടക്ട് ചെയ്തിട്ടാണ് എത്രത്തോളം വർക്ക് ഫോഴ്സ് വേണം ഇൻ ഫ്യൂച്ചറിന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് മെയിൻ ആയിട്ട് എങ്ങനെയാ വരുന്നത്? ട്രെൻഡ് അനാലിസിസ് പ്രൊസീജിയർ ആണ് കേട്ടോ ചെയ്യുക. കാരണം നമുക്ക് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി വെച്ചാലല്ലേ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ട്രെൻഡ് അനാലിസിസിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ബിസിനസ് ഫാക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്താണ് ബിസിനസ് ഫാക്ടർ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കും. എംപ്ലോയീസ് വർക്ക് ചെയ്ത ആ ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ലേ, എത്ര എംപ്ലോയീസ് ആ വർക്ക് ചെയ്തത്, എങ്ങനെയാണ് ആ ഒരു വർക്ക് ഫോഴ്സ് പോയത് എന്നുള്ളതിന്റെ. അപ്പൊ ആ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്ടിവിറ്റി റേഷ്യോ, നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി റേഷ്യോ മേ ബി ഒരു 5-10 ഇയേഴ്സിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എടുത്തിട്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ടിവിറ്റി റേഷ്യോ നമ്മൾ നോക്കും. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ട്രെൻഡ് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ നമ്മൾ എന്തൊക്കെയാണോ നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഫോഴ്സ് നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ, വർക്ക് ഫോഴ്സ് ഡിമാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ഫാക്ടർ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നമ്മൾ നോക്കുന്നു, പ്രൊഡക്ടിവിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു ട്രെൻഡ് തീരുമാനിക്കുക, അതിനനുസരിച്ച് നമ്മൾ ഒരു പ്രൊജക്ഷൻ കൊണ്ടുവരാം. ഓക്കെ, ഇനി വർക്ക് ഫോഴ്സ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രെഡിക്റ്റർ സെലക്ഷൻ, സെക്കൻഡ് വൺ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രോജക്ട് റിലേഷൻഷിപ്പ്, തേർഡ് വൺ ഇസ് പ്രൊഡക്ടിവിറ്റി റേഷ്യോ. ഫസ്റ്റ് വൺ പ്രെഡിക്റ്റർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഫാക്ടർ, ആ ഒരു ബിസിനസ് ഫാക്ടറാണ് നമ്മൾ പ്രെഡിക്റ്റർ എന്ന് വിളിക്കുന്നത്. ആ ഒരു ബിസിനസ് ഫാക്ടറിന്റെ ബേസിലാണ് ആ ഒരു ബിസിനസ്സിലോട്ട് എത്രത്തോളം വർക്ക് ഫോഴ്സിനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു മെയിൻ ബിസിനസ് ഫാക്ടറിനെയാണ് നമ്മൾ പ്രെഡിക്റ്റർ എന്ന് പറയുന്നത്. ആ പ്രെഡിക്റ്റർ സെലക്ഷൻ എന്നുള്ള ഒരു മെത്തേഡാണ് വർക്ക് ഫോഴ്സ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സ്റ്റീൽ കമ്പനി ആണെന്ന് വിചാരിച്ചോ. ആ സ്റ്റീൽ കമ്പനീന്റെ പ്രെഡിക്റ്റർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ടൺസ് ഓഫ് സ്റ്റീൽ പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക്. ഒരാഴ്ചയിൽ നമ്മൾ എത്ര ടൺ ഓഫ് സ്റ്റീൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ പ്രെഡിക്റ്റർ. ആ എത്ര ടണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിലാണ് നമ്മൾ വർക്ക് ഫോഴ്സ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പൊ മെയിൻ എങ്ങനെയാണ് പ്രെഡിക്റ്റർ സെലക്ഷനിൽ വരുന്നത്? ഫസ്റ്റ് ഒരു പ്രെഡിക്റ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതായത് ബിസിനസിന്റെ ഒരു ഫാക്ടർ നമ്മൾ ബേസ് ചെയ്തിട്ട് ആ ഫാക്ടറിന്റെ ബേസിൽ നമ്മൾ വർക്ക് ഫോഴ്സ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോ റിക്വയർമെന്റ് എന്തൊക്കെയാണ്? ഒരു യൂസ്ഫുൾ പ്രെഡിക്റ്ററിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കണ്ടുവെക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അതിന്റെ ബേസിലാണ് നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാവും കേട്ടോ. ടെക്സ്റ്റിൽ കുറെ കൂടെ വൈഡ് ആയിട്ടാണ് എഴുതിയത്. അപ്പൊ ഈ ബുള്ളറ്റ് പോയിന്റ്സ്, സ്ലൈഡ്സ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് ദെൻ ടെക്സ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ടു ഇൻക്രീസ് ദ സ്റ്റീൽ പ്രൊഡക്ഷൻ പ്ലാൻ വർക്ക് ഫോഴ്സ് ഇൻവോൾവ് ഇൻ സ്റ്റീൽ പ്രൊഡക്ഷൻ. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്റെ വർക്ക് ഫോഴ്സ് ഡിമാൻഡും അതിനനുസരിച്ച് കൂടുകയാണ്. ഞാൻ അങ്ങനെയാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ബേസിൽ കേട്ടോ. അടുത്തത്, ചേഞ്ചസ് ഇൻ പ്രെഡിക്റ്റർ മസ്റ്റ് അലൈൻ വിത്ത് സ്റ്റാഫ് റിക്വയർമെന്റ്. ഈ പ്രെഡിക്റ്ററിലുള്ള ചേഞ്ചസും നമ്മുടെ സ്റ്റാഫ് റിക്വയർമെന്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് കിടക്കുന്നതാണ്. എക്സാമ്പിൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 100 ടൺ ഓഫ് സ്റ്റീൽ പെർ വീക്ക്. ഓക്കെ, അപ്പോ എത്രയാണ് ഒരു ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ആളുകൾ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ടോട്ടൽ വേണ്ടത് എത്രയാണ്? 100 ടൺസ് ആണ്. അപ്പൊ ഒരു ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ആള് വേണം? ഇപ്പൊ ഒരു ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ 10 ആളാണെങ്കിൽ എനിക്ക് 100 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ആളാണ്? നെക്സ്റ്റ് 10 ആണ് അല്ലെ? അപ്പൊ 10 യൂണിറ്റിന്റെ 10 ആൾ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 ടൺസ് ഓഫ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ടോട്ടൽ വർക്ക് ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത്, നമ്മൾ ഡിഫറെന്റ് പ്രോഡക്റ്റ് സെഗ്മെന്റ്സ് ആയിരിക്കുമ്പോൾ സെപ്പറേറ്റ് പ്രൊജക്ഷൻ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. അല്ലാണ്ട് എല്ലാ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റിക്കും കൂടെ ഒരൊറ്റ പ്രൊജക്ഷൻ ആയിട്ട് ചെയ്യാൻ പാടില്ല. സെപ്പറേറ്റ് സെഗ്മെന്റിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും വർക്ക് ഫോഴ്സ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ആക്യുറേറ്റ് പ്രൊജക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ
ജഡ്ജ്മെന്റ്, എക്സ്പീരിയൻസ്, നോളജ് ഓഫ് ഓർഗനൈസേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫ്യൂച്ചർ ടെക്നോളജിക്കൽ ഡയറക്ഷൻസ് ഒക്കെ പ്രോപ്പർ റിക്വയർമെന്റ്സ് ആണ്. ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിലാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ഫോഴ്സ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതാണ് നമ്മൾ പ്രെഡിക്റ്റർ സെലക്ഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ആ ഒരു ഫാക്ടർ പ്രെഡിക്റ്ററിനെ കണ്ടുപിടിക്കുക, ആ പ്രെഡിക്റ്ററിന്റെ ബേസിൽ ആ ഒരു ഫാക്ടറിന്റെ ബേസിൽ വർക്ക് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. അടുത്തത് എന്താ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രോജക്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ പാസ്റ്റ്, നമ്മളെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിൽ നമ്മൾ ഒരു ഫ്യൂച്ചർ വർക്ക് ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് ഇപ്പം എന്റെ ഓർഗനൈസേഷനിൽ ഒരു 10 കൊല്ലമായിട്ട് ഇന്ന രീതിയിലാണ് വർക്ക് ഫോഴ്സ് പോകുന്നത് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് ഡിമാൻഡ് പോകുന്നത്. ആ 10 കൊല്ലത്തെ ഡാറ്റ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ബേസിൽ ഞാൻ 11, 12, 13 ഇയേഴ്സിനുള്ളത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് 3-4 ഇയേഴ്സിനുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രോജക്ട് റിലേഷൻഷിപ്പ് പറയുന്നത്. ഓക്കെ, അടുത്ത ടെക്നിക്ക്, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അനലൈസിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഓക്കെ, ദെൻ നമ്മൾ പ്രൊജക്ട് ചെയ്യാണ് ഫ്യൂച്ചർ നീഡ്സ് എങ്ങനെയാന്നുള്ളത് നമ്മൾ പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ സെലക്ഷൻ ഓഫ് ബിസിനസ് ഫാക്ടർ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ഫാക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? പാസ്റ്റ് വർക്ക് ഫോഴ്സ് റിക്വയർമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്യും, പാറ്റേൺ അനലൈസ് ചെയ്യും. മുന്നേ എന്ത് ട്രെൻഡ് ആയിരുന്നു, എന്ത് പാറ്റേൺ ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തതെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പൊ ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രോജക്ട് റിലേഷൻഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ തന്നെ ബിസിനസ് ഫാക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ റെലവന്റ് ഫാക്ടർ ചൂസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ പാസ്റ്റ് വർക്ക് ഫോഴ്സ് റിക്വയർമെന്റ് മനസ്സിലാക്കും. അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ട്രെൻഡ് പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ്? നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം എംപ്ലോയീസ് ആവശ്യമുണ്ട്, നമ്മളെ ഫ്യൂച്ചറിലോട്ട് എത്രത്തോളം ആവശ്യമുണ്ട്, നമ്മുടെ സിമിലർ പാസ്റ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഫ്യൂച്ചറിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ പറയുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ലേബർ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ വർക്ക് ഫോഴ്സ് ആണ് കേട്ടോ. ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേബർ എത്ര യൂണിറ്റ് ഓഫ് പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ലേബർ പ്രൊഡക്ടിവിറ്റി. ഇപ്പൊ ഒരു ലേബർ 10 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അയാളുടെ ലേബർ പ്രൊഡക്ടിവിറ്റി ഈസ് ദാറ്റ് 10 യൂണിറ്റ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് എംപ്ലോയീസും ലേബർ പ്രൊഡക്ടിവിറ്റിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ് വർക്ക് ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, പ്രൊഡക്ടിവിറ്റി റേഷ്യോ. വേറൊരു ടെക്നിക്, നെക്സ്റ്റ് ടെക്നിക് ആണ് വർക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ടെക്നിക് പ്രൊഡക്ടിവിറ്റി റേഷ്യോ ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പ്രീവിയസ് 5 to 10 ഇയേഴ്സിൽ എത്രത്തോളമാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ നിന്നും നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ചേഞ്ചസ് കണ്ടുപിടിക്കും. ഓക്കെ, പ്രൊഡക്ടിവിറ്റി റേറ്റിലുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കും. ചേഞ്ചസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പൊ നമ്മളൊരു 10 കൊല്ലം മുന്നേ ഉപയോഗിച്ച മെഷീൻസോ അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ടെക്നോളജി അല്ലല്ലോ ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രൊഡക്ടിവിറ്റി റേഷ്യോയിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും, അതിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വർക്ക് ഫോഴ്സ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ആ ഒരു പ്രൊഡക്ടിവിറ്റി ചേഞ്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ പറയുന്നത് എന്താ, പ്രൊഡക്ടിവിറ്റി റേഷ്യോയും ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ടെമ്പേർഡ് വിത്ത് ദ ജഡ്ജ്മെന്റ് ഓഫ് എക്സ്പീരിയൻസ് ലൈൻ മാനേജേഴ്സ്. ഈ ഒരു ചേഞ്ചസ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെ നിന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും? ലൈൻ മാനേജേഴ്സിന്റെ അടുത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കാരണം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ, നമ്മുടെ പാസ്റ്റ് ചേഞ്ചസ് എന്താണ്, അതിന്റെ റീസൺസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് തരാൻ ഈ ലൈൻ മാനേജേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്ഷൻ എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രൊജക്ടിങ് വർക്ക് ഫോഴ്സ് റിക്വയർമെന്റ്. നമുക്ക് നമ്മുടെ വർക്ക് ഫോഴ്സ് റിക്വയർമെന്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിച്ച് അത് പ്രൊജക്ട് ചെയ്യണം അല്ലെ. എത്രയാ ആവശ്യം എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു റേഷ്യോ കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം പ്രൊഡക്ടിവിറ്റി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊജക്ഷൻ കുറേം കൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് അറിയോ? നമ്മുടെ പ്രൊജക്റ്റഡ് ലെവൽ ഓഫ് ബിസിനസ് ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് പ്രൊഡക്ടിവിറ്റി റേഷ്യോ നമുക്ക് ഇഫക്റ്റീവ് നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
അതായത് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ബിസിനസ് ഫാക്ടർ ഉണ്ടല്ലോ, ബിസിനസ് ഫാക്ടേഴ്സിന്റെ പ്രൊജക്റ്റഡ് ലെവലും പ്രൊഡക്ടിവിറ്റി റേഷ്യോയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതിൽ നിന്നും നമുക്ക് എത്രത്തോളം നമ്പർ ഓഫ് വർക്കേഴ്സ് വേണം എന്നുള്ളത് മനസ്സിലാവും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ്, പ്രൊജക്ടിങ് വർക്ക് ഫോഴ്സ് റിക്വയർമെന്റ്. അതിന്റെ വേറെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഒരു എക്സ്ട്രാ സ്ലൈഡിൽ ആഡ് ചെയ്തതാണ്. ഇതൊന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കോളൂ. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഗോൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഗോൾ സെറ്റ് ചെയ്യാം. അതിൽ എന്റെ ഗോൾ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് എൻറോൾമെന്റ് 500-ന് 800 സ്റ്റുഡൻസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. അപ്പൊ എന്റെ സ്കൂളിൽ ഒരു കൊല്ലം 500 പിള്ളേരാണെങ്കിൽ എനിക്ക് 500 പിള്ളേരിനെ നെക്സ്റ്റ് ഇയറിൽ ഒരു 800 പിള്ളേരായിട്ട് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊജക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സെലക്ട് ദ പ്രെഡിക്റ്റർ. എന്റെ പ്രെഡിക്റ്റർ എന്താ? ഇവിടുത്തെ ബേസിക് ഫാക്ടർ എന്താ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെ, കാരണം അവരെ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണല്ലോ എന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ എന്റെ ഇവിടുത്തെ പ്രെഡിക്റ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡന്റ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ റെഫറൻസ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 500 സ്റ്റുഡൻസ് ആണ് എന്റെ സ്കൂളിൽ ഉള്ളത്. ഈ 500 സ്റ്റുഡൻസിന് 25 ടീച്ചേഴ്സ് ആണ് ഉള്ളത്. അതായത് ഒരു 20 സ്റ്റുഡൻസിന് നോക്കാൻ ഒരു ടീച്ചർ എന്നുള്ള പ്രൊപ്പോർഷൻ 20:1. അപ്പൊ ഇതാണ് എന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ റെഫറൻസ്. ഇനി അവിടെ നിന്ന് ഞാൻ ഫ്യൂച്ചർ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അതാണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫ്യൂച്ചർ റിക്വയർമെന്റ് എന്താ? എന്റെ 500 ഗോയിങ് ടു 800 അല്ലെ. അപ്പൊ 800 സ്റ്റുഡൻസിന് നോക്കണമെങ്കിൽ എത്ര ടീച്ചേഴ്സ് വേണം? ടോട്ടൽ 40 ടീച്ചേഴ്സ് വേണം. ഓക്കെ, അപ്പൊ 25 ടീച്ചേഴ്സ് എത്രയാവുകയാണ്? 40 ടീച്ചേഴ്സ് ആവുകയാണ്. അപ്പൊ എക്സ്ട്രാ വരുന്ന 15 എന്ന് പറയുന്നത് എന്താണ്? എന്റെ വർക്ക് ഫോഴ്സ് ഡിമാൻഡ് ആണ്. ഐ തിങ്ക് കോൺസെപ്റ്റ് ഇപ്പൊ ക്ലിയർ ആണെന്നുള്ളത്. ഓക്കെ, എങ്കിലേ എനിക്ക് 20:1 പ്രൊപ്പോർഷനിൽ പോകാൻ പറ്റുള്ളൂ. ദെൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്റെ കരിക്കുലം, പോളിസി ചേഞ്ചസും കരിക്കുലം ഒക്കെ ഞാൻ ആ ഒരു റിക്വയർമെന്റിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നു. ദെൻ വർക്ക് ഫോഴ്സ് സെഗ്മെന്റ് ചെയ്യാണ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓർ കാറ്റഗറി. എനിക്ക് ആവശ്യമുള്ള കാറ്റഗറിന്റെ ബേസിൽ ഞാൻ സെഗ്മെന്റ് ചെയ്യാണ്, വർക്ക് ഫോഴ്സിനെ സെഗ്മെന്റ് ചെയ്യുന്നു. എന്റെ ഫൈനൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 800 സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ടോട്ടൽ സ്കൂളിലോട്ട് എത്ര ടീച്ചേഴ്സിനെ വേണം? 40 ടീച്ചേഴ്സിനെ വേണം. അപ്പൊ എന്റെ വർക്ക് ഫോഴ്സ് ഡിമാൻഡ് പ്രൊജക്ഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് പ്രൊജക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഹൗ ആക്യുറേറ്റ് മസ്റ്റ് ദ ഡിമാൻഡ് ഫോർകാസ്റ്റ് ബി. നമ്മൾ പറഞ്ഞു, നമ്മുടെ മെയിൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ് എന്താ? ഡിമാൻഡ് സപ്ലൈ, അതിന്റെ ഫോർകാസ്റ്റിംഗ് ആണ് അല്ലെ. അപ്പൊ എത്രത്തോളം ഈ ഡിമാൻഡ് ഫോർകാസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളതാ. കാരണം ഡിമാൻഡ് ആക്യുറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്കറിയാം. എനിക്ക് 10 പേരിന് ആവശ്യമുണ്ട്, ഞാൻ 20 പേരിന് റിക്രൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി എന്റെ കാൽക്കുലേഷൻ വർക്ക്ഔട്ട് ആവാണ്ട് പോവല്ലേ ഉള്ളൂ. അപ്പൊ എത്രത്തോളം ആക്യുറേറ്റ് ആവണം എന്നുള്ളത്, ഈ ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആക്യുറസി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പ്ലാനിങ് പീരിയഡിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്റെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെക്സ്റ്റ് 2 ഇയേഴ്സിനാണ് എനിക്ക് വർക്ക് ഫോഴ്സ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ 2 ഇയേഴ്സിന്റെ വർക്ക് ഫോഴ്സ് ഡിമാൻഡ് ആയിരിക്കണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പ്ലാനിങ് പീരിയഡ്, ഡ്യൂറേഷൻ ഓഫ് പ്ലാനിങ് പീരിയഡ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന ബേസ് ചെയ്യുന്ന കുറച്ച് ഡാറ്റാന്റെ ബേസിലാണല്ലോ ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ആക്യുറസി എത്രയാന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും സ്ട്രാറ്റജിക് പ്ലാനിങ്ങും തമ്മിലുള്ള ഇന്റഗ്രേഷൻ, അത് എത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇതെല്ലാമാണ് എന്റെ ആക്യുറസി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻ സ്റ്റാഫിംഗ് ദ വർക്ക് പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോ ഞാൻ സ്റ്റാഫിംഗ്, അതായത് റിക്രൂട്ട്മെന്റ് ആൻഡ് സ്റ്റാഫിംഗ്, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള വർക്ക് ഫോഴ്സിന് ഞാൻ പ്രോപ്പർ ആയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാഫിംഗ് പ്രോസസ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ട് ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ എനിക്ക് സ്റ്റാഫിംഗിൽ കറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് ഒരു 20% എറർ ഒക്കെ ആക്സെപ്റ്റബിൾ ആണ്. കാരണം 100% ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ഫ്യൂച്ചർ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു 20% ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ, അത് ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ഇനി ജിയോഗ്രഫിക്കലി റീലൊക്കേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ മൾട്ടി സ്കിൽഡ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ആക്യുറസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ജിയോഗ്രഫിക്കലി റീലൊക്കേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ മൾട്ടി സ്കിൽഡ് ആണെന്നുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റ്. കാരണം സപ്ലൈയും ഡിമാൻഡും ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു
എനിക്ക് ആവശ്യമുള്ള എത്രയാണോ എനിക്ക് ഡിമാൻഡ്, എന്റെ ഡിമാൻഡ് എന്താണോ അതിനനുസരിച്ചായിരിക്കണം ഞാൻ സപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തമ്മിൽ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഈക്വലി ഗുഡ് ആയിട്ട് പോവുള്ളൂ. അപ്പം എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ച് ചെയ്യാണ് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് വർക്കേഴ്സ് നീഡഡ് വിത്ത് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് വർക്കേഴ്സ് അവൈലബിൾ. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള, എന്റെ നീഡിന് ആവശ്യമുള്ളതും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളുകളും തമ്മിൽ മാച്ച് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്ക്, ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ വരുന്നത്? ഷോർട്ടേജ് ആണല്ലേ. എനിക്ക് ആവശ്യമുള്ളത് 10 പേരും കിട്ടിയത് 5 പേരും. വാട്ട് ഇസ് ദ തിങ്? അവിടെ 5 പേരുടെ ഷോർട്ടേജ് വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും ഹയർ ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള ആളുകളെ ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യണം. ഇനി സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സർപ്ലസ് ആണ് സിറ്റുവേഷൻ. എനിക്ക് 5 പേരിന് ആവശ്യമുള്ളൂ, എനിക്ക് 10 പേരിന് അവൈലബിൾ ആണ്. അപ്പൊ 5 പേര് എനിക്ക് സർപ്ലസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അവരിനെ ഒന്നുകിൽ റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് അതിന്റെ രണ്ട് കണ്ടീഷൻ, ഇന്റഗ്രേഷനിൽ വരുന്ന രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് എന്താ പറയുന്നത്? നമ്മൾ ഏരിയാസ് ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്കിൽ, നമ്പേഴ്സ് ഓർ റോൾസ് ഡോണ്ട് മാച്ച്. നമുക്ക് മാച്ച് ആവാത്ത സ്കിൽസ്, നമ്പേഴ്സ്, റോൾസ് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഏരിയാസ് ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് മീനിങ് ഫുൾ ആണ്. എങ്ങനെയാണ് അത് ആവുന്നത്? സീനിയർ മാനേജേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് മീനിങ് ഫുൾ. പിന്നെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഓവർ സ്റ്റാഫിംഗ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇന്റഗ്രേഷൻ വരികയാണെങ്കിൽ അവിടെ ഓവർ സ്റ്റാഫിംഗ് വരില്ല, ഇന്റഗ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അൺനെസസറി കോസ്റ്റ് വരുന്നില്ല, ലോങ് ടേം ഓർഗനൈസേഷണൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഇന്റഗ്രേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് എന്താ പറയുന്നത്? മാച്ചിങ് ഫോർകാസ്റ്റ് റിസൾട്ട്സ് ഫോർ ആക്ഷൻ പ്ലാൻസ്. ഇപ്പൊ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ആക്ഷൻ പ്ലാൻസുമായിട്ട് മാച്ച് ചെയ്യണ്ടേ? ഞാൻ എനിക്ക് ആവശ്യമുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ നോക്കി ഞാൻ ഫോർകാസ്റ്റ് ചെയ്യാണ്, അത് ആക്ഷൻ പ്ലാനുമായിട്ട് മാച്ച് ആവണം. ആക്ഷൻ പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് അറിയോ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പെർഫോമൻസ് മാനേജ്മെന്റ്, ട്രാൻസ്ഫർ, അതർ കരിയർ എൻഹാൻസ്മെന്റ് ആക്ടിവിറ്റി. ദീസ് ആർ തിങ്സ് ടോട്ടലി നമ്മൾ കോൾ ചെയ്യുന്നതാണ് ആക്ഷൻ പ്രോഗ്രാംസ്. ഓക്കെ, ഈ ആക്ഷൻ പ്രോഗ്രാംസ് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? എൻവയോൺമെന്റ് ചേഞ്ചുമായിട്ട് അഡോപ്റ്റ് ചെയ്യാനാണ് നമ്മളെ ആക്ഷൻ പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഈ ആക്ഷൻ പ്ലാനുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വർക്ക് ഡൈവേഴ്സിറ്റി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓൾ റൈറ്റ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് മാച്ച് ആവുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ യൂസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് സ്റ്റാഫിങ് ചെയ്യുമ്പോൾ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ, പ്രോപ്പർ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനിങ്ങിന്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ് പീപ്പിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് കുറച്ചധികം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കേട്ടോ. കാരണം ട്രെയിനിങ്ങിന് കൊടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അത് ലെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹൈ എബിലിറ്റി എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്ക് നന്നായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, കാരണം അത് ടൈം കൺസ്യൂമിങ്ങും കുറവാണ്, അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഓൾറെഡി അവർ എഫിഷ്യന്റ് ആണ്. അപ്പോൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ മോർ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് ടൈമിൽ, കുറച്ച് ഡ്യൂറേഷനിൽ നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്ത് അവരുടെ എഫിഷ്യൻസി ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ട്രെയിനിങ് ഷുഡ് ബി സ്ട്രാറ്റജി ഫോർ ബിൽഡിംഗ് സസ്റ്റെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. സസ്റ്റെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്ന വേറെ കുറച്ച് പോയിന്റ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രെയിനിങ് പ്രോഗ്രാംസ് ഇപ്പോൾ ഹ്യൂമൻ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യാനും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് അറ്റ് പ്രസന്റ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതിന്റെ കറന്റ് സിനാരിയോയിലുള്ള സിറ്റുവേഷൻസ് ആണ് ബുള്ളറ്റ് പോയിന്റ്സിൽ ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ലാസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിലേഷൻസിനും കൂടെ ഉള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേം കൂടെ എഫക്റ്റീവ് ആയിട്ട് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന്, എംപ്ലോയീസിന് ഹ്യൂമൻ റിലേഷൻ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇനി ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ
പഠിച്ചു വരുന്ന പോർഷൻസ് കേട്ടോ. കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അതിൽ ഞാൻ പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് ഒന്ന് ഒരു എസ് എ ക്വസ്റ്റൻ ആയിട്ട് വന്നതാണ്, 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. രണ്ടാമത്തതും 10 മാർക്ക് ക്വസ്റ്റൻ ആണ്. പിന്നെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്? ഡിസ്കസ് ഫോർകാസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇതിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് 3 മാർക്കിന് എഴുതാനും, പിന്നെ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് സപ്ലൈ ഡിസ്കസ് ചെയ്യുന്നത് 7 മാർക്കിനുള്ളതാ. അപ്പൊ ഫോർകാസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. 7 മാർക്കിനുള്ള ക്വസ്റ്റൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ മാർക്ക് അനുസരിച്ചിട്ട് വേണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ആ സ്റ്റെപ്സ് ഓഫ് പ്രോസസ്സിനകത്ത് തന്നെ ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റിലേഷൻ ബിറ്റ്വീൻ HR സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് സ്ട്രാറ്റജി, അതിന്റെ ഒരു ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഡയഗ്രാം കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ഇതുപോലെ 4 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി കളക്ട് ദ മാർക്സ്. ഓക്കെ, പിന്നെ 3 മാർക്കിന് ചോദിച്ച കോൺസെപ്റ്റ് ആണ് ടാലന്റ് ഇൻവെന്ററി. ഇഗ്നോയുടെ ക്വസ്റ്റൻ പേപ്പറിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് മിക്കവാറും 3 മാർക്ക് ക്വസ്റ്റനിലോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് വെരി ഹൈ. അപ്പൊ ഓരോ ചാപ്റ്ററിലും പഠിച്ചു പോകുമ്പോൾ തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോവാം. ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോവാം. ഇനി മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് വർക്ക് ഫോഴ്സ് ഡിമാൻഡിനകത്ത് നമ്മൾ ഇന്റേണൽ എക്സ്റ്റേണൽ വർക്ക് ഫോഴ്സ് സപ്ലൈൻ്റെതും ഡിമാൻഡും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോ ഐ തിങ്ക് ചാപ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റ് 1 നോക്കേണ്ട കോൺസെപ്റ്റ്സ് ഒന്നുകൂടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക, അതിന്റെ ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നോക്കി വെക്കുക, റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സും ബിസിനസ് സ്ട്രാറ്റജിയും ഒന്ന് നോക്കി വെക്കുക, അതിന്റെ ഡയഗ്രാം നോക്കി വെക്കുക. പിന്നെ ഫോർകാസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ടാലന്റ് ഇൻവെന്ററി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. യൂണിറ്റ് 1 ആ ഹെഡിങ്ങിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു പോർഷൻ ആയിരിക്കും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.